അങ്ങനെ ഇതേ നമ്മുടെ തേജപ്പന്റെ ഒരു കുഞ്ഞു ആഗ്രഹം ചെറിയ രീതിക്ക് നടത്തി കൊടുക്കാനാട്ടാ ഞങ്ങൾ ഇന്ന് പോണത്. അതിന്റെ സന്തോഷത അവന്റെ മുഖത്ത് നിങ്ങൾക്ക് അവിടെ എത്തുന്ന വരെ കാണാട്ടോ. ആദ്യം കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുക്കണുള്ളൂ. ഈ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ ഫുൾ അവന്റെ എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഇതേ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്കുള്ള ഒരുക്കങ്ങളാട്ടോ ഇതൊക്കെ. എന്തായാലും അതിന്റെ കൂടെ കുട്ടി കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു കാര്യം കൂടി അങ്ങോട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ കുട്ടീനെ മുടി വെട്ടാൻ വേണ്ടി കയറ്റിയിരുത്തിയിട്ടാ. ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് കുട്ടി തന്നെ മുടി വെട്ടാനൊക്കെ ഇരിക്കുന്നുണ്ട്. ആദ്യം ഒന്നും മുടി വെട്ട ഇരുന്ന് കൊടുത്തിടുന്നില്ല, ഭയങ്കര വാശിയായിരുന്നു. ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. തേജപ്പന്റെ മുടി വെട്ടി ചുള്ളനായി വരുന്ന കണ്ടപ്പോ അച്ഛനൊന്ന് ഈഗോ അടിച്ചു തോന്നുന്നു കേട്ടോ. വിൻഷേട്ടതേ അപ്പുറത്ത് കയറിയിട്ട് വെട്ടാനിരുന്നിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും നടുക്കതേ ഞാനിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കട്ട പോസ്റ്റ് അടിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. ഒരുമാതിരി കോമ്പറ്റീഷൻ ഇരിക്കണ പോലെയാട്ടാ രണ്ടുപേരും കൂടി ഇരിക്കണത്. അങ്ങനെ അതേ തേജുന്റെ മുടിയൊക്കെ വെട്ടി സെറ്റായി കഴിഞ്ഞപ്പോഴേ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടന്നു കേട്ടോ. വേറെ ഒന്നല്ല, തേജുന്റെ മുടി ചെറിയ രീതിക്ക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞേക്കാം, പെർമനന്റ് ഒന്നും അല്ല കേട്ടോ, ടെമ്പററി ആണ്. 1 വീക്കോ 2 വീക്കോ നിന്നു. അവന്റെ ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവന്റെ മുഖത്തുള്ള എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ കൂടി കണ്ടാൽ മനസ്സിലാവാം. ആരും ഇത് നെഗറ്റീവ് മൈൻഡിൽ എടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പെർമനന്റ് അല്ല, താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ വിൻഷേട്ടന്റെ മുടിയൊക്കെ വെട്ടി വിൻഷേട്ടൻ കുട്ടപ്പനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേജുന്റെ ഓരോ ഹെയർ ഒക്കെ ലെയർ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് കേട്ടോ കളർ സെലക്ട് ചെയ്തതും മോഡൽ പറഞ്ഞു കൊടുത്തതും ഒക്കെ. അവിടെ പിക്ക് ഉണ്ടാവൂല, അത് നോക്കിയിട്ട് അവൻ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തേക്കണത്. എന്തായാലും കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ചോദിക്കാണ്ടിരിക്കില്ല കേട്ടോ കമന്റില്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ എല്ലാം സാധിച്ചു കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ. പക്ഷെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇവിടെ സീനില്ല, ഞങ്ങളൊന്ന് അത് സാധിച്ചു കൊടുത്തു. കുറെ നാളായിട്ട് വിൻഷേട്ടനായാലും പറയണു കേട്ടോ, അവൻ കുറെ നാളായാലും പറയണു നമുക്കൊന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ കുട്ടിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ വലിയ രസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കായാലോ അതയ്യോ കുറച്ച് ഓവറായോ കൂടിപ്പോയോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സംഭവം സെറ്റായിട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഞാനത് ലാസ്റ്റ് അവന്റെ വീഡിയോയിൽ കൊടുക്കാട്ടെ, ഈ വീഡിയോയിൽ കൊടുക്കാട്ടോ. അങ്ങനെ ഇത് വീട്ടിലെത്തിയപ്പോഴേക്ക് ഇതേ മൂസിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആര്യയുടെ വെഡിങ്ങിന്റെ ആൽബം ആള് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ആൾ ആൽബം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ആര്യ ചെയ്യണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ കൊടുക്കുന്നപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു ആൽബം. പിന്നെ വേറെ ആളുടെ വക ഒരു ഗിഫ്റ്റ് പോലെ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഒരു ബാഗ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞി ഹാൻഡ് ബാഗ് ഒക്കെ ഇല്ല, അതേപോലത്തെ ഒരു ബാഗിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടി ഒരു പാക്കേജ് ആയിട്ട് ഒതുങ്ങും തോന്നുന്നു കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആര്യ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഇനിയിപ്പോൾ ആര്യ നാളെ വരുമ്പോൾ അവൾക്ക് കൊണ്ടുപോകേണ്ടി വരും കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ. അപ്പൊ ഞാനത് വേഗതേ അതുപോലൊക്കെ തുറന്നു നോക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ തേജപ്പന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ട് തേജപ്പന്റെ മേക്ക് ഓവർ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.